അപ്പോൾ ദേ ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിനാശി ടു പാലക്കാടാണ് കേട്ടോ ഞങ്ങൾ പോണത്. ഇതാട്ടോ ഞങ്ങൾ താമസിക്കുന്ന ആ ഒരു ഏരിയ. ഇവിടേക്ക് വൈഷ്ണവി ഗാർഡൻ എന്നാട്ടോ പറയാറുള്ളത്. ബൈ ബൈ അവിനാശി. പിന്നെയും കാണാം നമുക്ക്. അപ്പം ഇനി നമ്മൾ അടുത്ത വെക്കേഷനിൽ വീണ്ടും തിരുപ്പൂർ ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ ഈ അവിനാശി വരുന്നത്. ഇവിടെ നമുക്ക് നിറയെ ഫാക്ടറീസൊക്കെ നമുക്കിവിടെ നിറയെ കാണാൻ പറ്റുമേ. ഇനി കാണുന്നത് അവിനാശി ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ഇവിടേക്ക് അവിനാശി ന്യൂ ബസ് സ്റ്റാൻഡ് എന്നാണ് കേട്ടോ ഇവിടേക്ക് പറയാം. തിരുപ്പൂർ എന്ന് വെച്ചാലേ ഏറ്റവും കൂടുതൽ കാണുന്ന ഇവിടുത്തെ തുണിക്കടകളാണ് കേട്ടോ. എവിടെ നോക്കിയാലും തുണിക്കടകൾ കാണാൻ പറ്റുമേ. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും ഫേമസ് ആയിട്ട് തുണികളൊക്കെ കിട്ടുന്ന സ്ഥലം എന്ന് പറയുന്നത് കാദർപേട്ട എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ്. അവിടെ നിറയെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടൊക്കെ തുണികൾ വാങ്ങാൻ പറ്റും കേട്ടോ ഇവിടെ ഉള്ളവർ പറയുന്നത്. ഇതുവരെ അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു ദിവസം അങ്ങോട്ട് എന്തായാലും പോകുന്നതായിരിക്കും കേട്ടോ. അവിനാശിയിലെ ഏറ്റവും ഫേമസ് എന്താണെന്ന് ചോദിച്ചാൽ ഈ കാണുന്ന ശിവൻ കോവിലാണ് കേട്ടോ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കോവിലാണ് കേട്ടോ അത്. ഇവിടുത്തെ കാശിക്ക് തുല്യമായ ക്ഷേത്രം എന്നിട്ടോ അത് അറിയപ്പെടുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 2 മണിയായി കാണുമേ. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഒരു നല്ല ഹോട്ടലുണ്ടോ എന്ന് തപ്പി നടക്കുകയാണ് കേട്ടോ. ഫൈനലി അപ്പോൾ ഇതാ ഒരു ഹോട്ടലെത്തിയിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ഇതാണ് ഹോട്ടൽ അല്ലേ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഏകദേശം ഞങ്ങൾ പാലക്കാട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ നല്ല മഴയും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പാലക്കാട് എത്തിയതും.